ഹായ്, ഫയർ ഫിഷിംഗ് 1977 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെയാണ് നമ്മളിന്ന് ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുന്നത്. മീനിൻ്റെ ആക്ടിവിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കിട്ടിയ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണിക്കാം. നമുക്ക് നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വാ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഷൂട്ടാണ് ഇത്. ഒരു വാഗേനയാണ് നമ്മൾ അടിക്കുന്നത്. അടി കൊണ്ട് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും ഒരു മീഡിയം സൈസാണ്. പൊളഞ്ഞു വരുന്നുണ്ടോ വെള്ളത്തിൽ കൂടെ. അടി കൊണ്ടവൻ പൊളയുക. ഒന്നുമില്ല, ചെറുതാണ്, വലിപ്പമൊന്നുമില്ല. വലിയ വലുതല്ലാത്തതുകൊണ്ടാണ് കയറി പോരുന്നത്. വലുതൊക്കെയാണ് അവൻ വലിച്ചങ്ങ് കൊണ്ട് ഓടി ആ പുല്ലുങ്കെട്ടിനകത്തോട്ടെല്ലാം കൊണ്ടേ കയറ്റും. അതായത് നമുക്ക് അവനെ കര കയറ്റി കിട്ടിയിട്ടുണ്ട്. അവനെ ഇനി അഴിച്ചെടുക്കാം. വലിയ സൈസ് എന്ന് പറയാനില്ല, എന്നാലും 1 കിലോ ഒക്കെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഷൂട്ടിലോട്ട് പോവുക നമ്മൾ കേട്ടോ. സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കരിമീനിട്ടാണ് നമ്മൾ അടിച്ചത്. ഷൂട്ട് ചെയ്യുന്നത് കറക്റ്റ് കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ശകലം തിരിഞ്ഞപ്പോഴത്തേക്ക് ക്യാമറ ഇങ്ങനെ മാറിപ്പോയി ഇപ്പുറത്തോട്ട്. അതവനെ നമ്മൾ കര കയറ്റിയിട്ടുണ്ട്. വലിയ വലിപ്പമൊന്നുമില്ല, ഒരു 10-200 ഗ്രാം ഒക്കെ കാണുമായിരിക്കും. 200 250 ഗ്രാം. 250 ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉള്ളത് അത്രേ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കരിമീനെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഡീപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് നോക്കുമ്പോൾ കാണത്തില്ലല്ലോ മീനെ ഒന്നും. നല്ല താഴ്ചയല്ല മീൻ നിൽക്കുന്നത്. മീനെ ഒന്നും ടോപ്പ് വാട്ടറിൽ നമുക്ക് കിട്ടുന്നില്ല. എല്ലാം അണ്ടർ വാട്ടറാണ്. വെള്ളത്തിനടിയിൽ നിന്ന് വേണം അടിച്ചെടുക്കാൻ. വെള്ളത്തിന് മേളിൽ നിന്ന് അടിക്കുന്ന അത്രയും എളുപ്പമല്ല അടിയിൽ നിന്ന് അടിക്കുന്നത്. അത് ഇത് ഉപയോഗിക്കുന്നവർക്ക് നല്ലപോലെ അറിയാം. ഒരു 80% വരെ സാധ്യത കുറവാണ് മീനെ കിട്ടാൻ. ഇത്രയും താഴ്ചയിലാവുന്നതുകൊണ്ട് വെള്ളത്തിന് ടോപ്പിലാണ് നമുക്ക് ഡയറക്റ്റ് മീനെ അടിച്ചാൽ മതി. ഇത് മീനെ നമുക്ക് ഒത്തിരി മാറ്റി വയ്ക്കി അടിക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് പോകും. നമ്മളടുത്ത ഒരു കരിമീനെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഷൂട്ട് കിട്ടിയില്ല. നല്ല മീൻ പൊളഞ്ഞു വരുന്നതുണ്ടോ അടിയിൽ കൂടെ, വെള്ളത്തിൽ കൂടെ. അങ്ങനെ ഉണ്ടാവും. ഷൂട്ടെടുക്കാൻ പറ്റിയില്ല. മീനെ ക്യാമറ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ മീനിനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് മീനിൻ്റെ ആക്ടിവിറ്റി കുറവായിരുന്നുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് മീനടിച്ച് മീനെ കണ്ടതും പെട്ടെന്ന് ഞാൻ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ആ വീഡിയോ ഓണാക്കിയിട്ടോ നേരത്തെ. അതായത് മീനെ കയറ്റുന്ന വീഡിയോ കാണിക്കാൻ പറ്റും. വേണ്ട, ഹെഡ് ഷോട്ടാണ് കറക്റ്റ്. തലക്കടിയാണ് കയറി ഇറങ്ങിയത്. എമ്പത്തേൻ്റെ വാലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അടി കൊണ്ടിട്ട് മീൻ മയങ്ങിപ്പോയി. കുറച്ച് കഴിയുമ്പോൾ പയ്യെ അനക്കമൊക്കെ വെക്കും. മരച്ചു പോയി മീൻ. അതാ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നമ്മൾ വലിച്ചപ്പോൾ പാളി ഇങ്ങനെ പോരുന്നുണ്ട്. വലിയ വിലപ്രയോഗമൊന്നും ഇല്ലാതെ. അപ്പോൾ അടുത്ത ഷൂട്ടിലോട്ട് നമുക്ക് പോകും. ഗൈസ്, നമ്മൾ അടുത്ത ഷൂട്ടിലോട്ട് പോവുകയാണ്. ഈ ഷൂട്ടിൽ എനിക്കൊരു അബദ്ധം പറ്റുന്നുണ്ട്. ഞാൻ ഈ വാഴക്കിടവഴി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വരാലാന്നോർത്താണ് ഞാൻ അടിച്ചത്. പക്ഷേ അതൊരു വാഴയുടെ കുഞ്ഞായിരുന്നു. വെള്ളത്തിനൊരു മൂടൽ പോലെ കണ്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല. വരാലാന്നോർത്താണ് ഞാൻ ശരിക്കും ഞാൻ ഷൂട്ട് ചെയ്തത്. പക്ഷേ ഒരു വാഴയുടെ കുഞ്ഞായിരുന്നു. നമുക്ക് അതിനെ കര കയറ്റുമ്പം കാണാം. അങ്ങനെ ഒരു അബദ്ധം പറ്റി. അല്ല, അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. കഴിഞ്ഞാലും വാഹ ഇത്രയൊന്നും അല്ലല്ലോ, ഈ സൈസൊന്നും അല്ലല്ലോ ആകുന്നത്. ഇതൊരു 1/2 കിലോ കഷ്ടിച്ചൊക്കെ വരുള്ളൂ. ഉണ്ടോ? ഉണ്ടോ? 1/2 കിലോ കഷ്ടിച്ചൊക്കെ വരുന്ന സൈസാണ്.
ഇതൊക്കെ 5, 8, 10 കിലോ വലുപ്പമുള്ള സാധനമാകുന്ന. പക്ഷെ നമ്മൾ അബദ്ധം പറ്റി ഷൂട്ട് ചെയ്ത് അതിനെ വിടാനും മേല. കാരണം അടി കൊണ്ടിരിക്കുന്നത് കണ്ടോ, അതിൻ്റെ തലയ്ക്ക കണ്ടോ, ആ കൈ വിരൽ പിടിച്ചൊക്കെ നമ്മുടെ കയറിയിരിക്കുന്നത്. ചത്തു പോവുള്ളൂ വിട്ടാലും. ആ ഒരു സങ്കടം കൊണ്ട് നമ്മൾ ഇന്നത്തെ ഫിഷിങ് നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ. ഇവിടെ കൊണ്ട് ലാസ്റ്റ് അടിച്ചതാണ് കാര്യം. വെള്ളത്തിൽ കാണുമ്പോൾ ഇച്ചിരി വലിപ്പമുള്ളതായിട്ട് തോന്നുവേ. അത് തന്നെയല്ല, പെട്ടെന്ന് ഈ പായലിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് വരാനാണ് ഞാൻ ഓർത്ത് അടിച്ചത്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത ഒരു നല്ലൊരു ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.